വാർത്താരംഭം തുടങ്ങുകയാണ്. തലക്കെട്ടുകൾ. കുണ്ടന്നൂരിൽ പിടികൂടിയത് കുറുവാ സംഘമെന്ന് സ്ഥിരീകരിക്കാത്ത പോലീസ്. 3 അംഗ സംഘത്തെ ആലപ്പുഴ പോലീസ് ചോദ്യം ചെയ്യുന്നു. തൂക്കുകുളത്തും പുന്നപ്രയിലും എത്തിയത് മധ്യവയസ്കരായ മോഷ്ടാക്കൾ. പാലക്കാട്ട് നാളെ കൊട്ടിക്കലാശം. ആവേശ പ്രചാരണത്തിൽ സ്ഥാനാർത്ഥികൾ. പ്രമുഖ നേതാക്കളെല്ലാം മണ്ഡലത്തിൽ. പാണക്കാട്ടെത്തി സന്ദീപ് വാര്യർ. മണിപ്പൂർ വീണ്ടും അശാന്തം. കുക്കി മെയ്തി വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വീടുകൾക്ക് നേരെ ആക്രമണം. പ്രധാനമന്ത്രി ഇടപെടണമെന്ന് രാഹുൽ ഗാന്ധി. കോഴിക്കോട് UDF ഹർത്താൽ തുടരുന്നു. മുക്കത്ത് ഹർത്താൽ അനുകൂലികളും ടാക്സി ഡ്രൈവറും തമ്മിൽ സംഘർഷം. ഹർത്താലിൽ സഹകരിക്കാതെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി. സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ നിയമവഴിയിലേക്ക് കോൺഗ്രസ്. മഹാരാഷ്ട്ര 2 ദിവസത്തിനകം പോളിംഗ് ബൂത്തിലേക്ക്. അടിയൊഴുക്കുകൾ പ്രതീക്ഷിച്ച മുന്നണികൾ. ദേശീയ നേതാക്കൾ മഹാരാഷ്ട്രയിലേക്ക്. ശബരിമലയിൽ ഭക്തജന തിരക്ക്. തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവ്. കുറുവാക്കള്ളന്മാർ പോലീസിനെ വട്ടം ചുറ്റിക്കുന്നു. കുണ്ടന്നൂരിൽ പിടിയിലായ മോഷ്ടാക്കളായ 3 അംഗ സംഘത്തെ ആലപ്പുഴ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കുണ്ടന്നൂർ പരിസരത്തെ ചതുപ്പിൽ ഒളിച്ചിരിക്കുന്നതിനിടയിലാണ് തമിഴ്നാട് സ്വദേശി സന്തോഷ് സെൽവം പിടിയിലായത്. സന്തോഷിനെ രക്ഷപ്പെടുത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട സംഘവും പിടിയിലായിട്ടുണ്ട്. സന്തോഷ് സെൽവം മണ്ണഞ്ചേരിയിൽ എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ശരീരത്തിലെ ടാറ്റു തിരിച്ചറിഞ്ഞു. എന്നാൽ പുന്നപ്രയിൽ എത്തിയത് ഇവരല്ലെന്നാണ് സൂചന. ആലപ്പുഴ തൂക്കുകുളത്തും പുന്നപ്രയിലും എത്തിയത് സന്തോഷ് സെൽവമല്ല, മധ്യവയസ്കരായ മോഷ്ടാക്കളാണ് എന്നാണ് നിഗമനം. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന്. ഡാനി പോൾ ഉള്ളത് ഇന്നലെ ഈ സന്തോഷിനെ പിടിച്ച ആ ചതുപ്പ് പ്രദേശത്തിനടുത്താണ്. അതിസാഹസികമായാണ് പോലീസ് സംഘം സന്തോഷിനെ പിടികൂടിയത്. 70 അംഗ സംഘത്തിൻ്റെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇത് സംഭവിച്ചത്. റെയിൽവേ പോലീസിൻ്റെ മറ്റും സഹായമുണ്ടായിരുന്നു. ഇത് ഡാനി നിൽക്കുന്ന സ്ഥലത്തിലേക്ക് ഒന്ന് പോയാൽ, ഡാനി, ഇത് ഒരു വല്ലാത്ത പ്രദേശമാണല്ലേ? ഇങ്ങനെ ആളുകൾക്കൊക്കെ ഒളിച്ച് കഴിയാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ എത്തിച്ചേരുക പ്രയാസമാണ്. എങ്ങനെയായിരുന്നു പോലീസിന്റെ ഇന്നലത്തെ നീക്കങ്ങൾ? രഞ്ജിത്ത് ആ സ്ഥല സൂചനകളിലേക്ക് ചോദിച്ചുകൊണ്ട് അതിലേക്ക് ആദ്യം വരാം. രഞ്ജിത്ത്, ഇത് ദേശീയപാത കടന്നു പോകുന്ന മേഖലയാണ്. ഇത് കുണ്ടന്നൂർ പാലം. ഇവിടെ നമ്മൾ രഞ്ജിത്തിനെല്ലാം അറിയാവുന്നൊരു പ്രദേശമാണ്. ഈ ഭാഗത്ത് 2 വൻകിട ഹോട്ടലുകൾ ഈ ഭാഗത്തുണ്ട്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ 2 ഭാഗത്ത്. അതിന് മുകളിലൂടെ അതിന് തൊട്ട് മുന്നിലൂടെ ദേശീയപാത കടന്നു പോകുന്നു. കുണ്ടന്നൂർ ഭാഗം, കുണ്ടന്നൂർ മരട് ജംഗ്ഷൻ കഴിഞ്ഞ് കുണ്ടന്നൂർ ഭാഗത്തേക്കാണ് ഇത് വരുന്നത്. ഈ കുണ്ടന്നൂർ ഭാഗത്തിന് ഇതിന് താഴെയാണ് നമ്മൾ ഈ പറയുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത്. ഇതിന് താഴെ ഇവിടെയുള്ള വലിയ ഹോട്ടലിന് മുന്നിലൂടെ ഇതിന് അണ്ടർപാസ് ഉണ്ട്. അവിടേക്ക് വരുന്ന ഭാഗത്താണ്. അതിന് പാലത്തിന് അടിയിലൂടെ എത്തുന്ന ഈ ഒരു സ്ഥലം. ഇവിടെയാണ് ഇവർ ഒളിച്ച് താമസിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ കഴിഞ്ഞ കുറേയധികം നാളുകളായി ഈ കുട്ടവഞ്ചിയിൽ അത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൈസൂരിൽ നിന്നും മറ്റും എത്തുന്ന, സ്ഥിരമായി കൊച്ചിയിലേക്ക് എത്തുന്നവരുണ്ട്. കുട്ടവഞ്ചിയിൽ അവർ മീൻ പിടിക്കുക, തുടർന്ന് ഈ കൊച്ചിയുടെ നിരത്തുകളിൽ ഓരത്തെല്ലാം തന്നെ വിൽപ്പന നടത്തി ജീവിക്കുന്നവരാണ്. അവിടെ എല്ലാ സീസണുകളിലും ഇവിടേക്ക് ഇവരെ കുട്ടവഞ്ചിയുമായി എത്തുന്നു. ഇവിടുത്തെ കൊച്ചിയിലെ കായലുകളിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം മീൻ പിടിച്ച് അവിടെ പുറത്ത് വിറ്റ് ഉപജീവനം നടത്തുന്നതാണ്. അവർ ഈ പാലത്തിനടിയിലാണ്, ഈ കുണ്ടന്നൂർ പാലത്തിന് താഴെയാണിത്. ഈ ഭാഗമാണ് സാധാരണ പാലത്തിന് താഴെയുള്ള പ്രദേശങ്ങൾ പലപ്പോഴും ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളായിരിക്കും. പലരും തന്നെ ചിലർ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഇവിടേക്ക് കടന്നു വരുന്നവരെല്ലാവരും തന്നെ ഇവിടേക്ക് ഇത്തരം ഈ ഒരു സ്ഥലങ്ങളെല്ലാം അവരുടെ ഒരു അധീനതയിലേക്ക്, താമസ സ്ഥലത്തേക്കെല്ലാം തന്നെ അത് മാറ്റുകയും ചെയ്യാറുണ്ട്. അത്തരം ഒരു സ്ഥലത്താണ് ഈ കുറുവാ സംഘമെന്ന് സംശയിക്കുന്നവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. ഇത്
ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നവരാണ്. ഇതിൽ അവർ മൈസൂരിൽ നിന്നും മറ്റും എത്തുന്ന സംഘങ്ങൾ ഇവരുടെ മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന ആളുകളാണ്. കഴിഞ്ഞ കുറേ നാളുകളായി പല സീസണുകളായിട്ട് ഇവിടേക്ക് എത്തുന്നു. അമ്മ കുറെ നാളായോ ഇവിടെ? കുറച്ചനെ ഉണ്ട്, കുറച്ചനെ ആവും. ഇത് കന്നഡ കന്നഡ അറിയാമായിരുന്നോ അവരെ? അറിയില്ല, നമ്മളെ പേര് ആള് പേര് ആളുകള് നമുക്കറിയില്ല. നമ്മളെ കന്നഡ മീൻ പിടിക്കുന്ന ആള്. നമ്മളെ കുറെ കൊല്ലിന്റെ 2-3 വർഷമായി ഇവിടെ തന്നെ ഉണ്ടായിന്. കൊച്ചുകൾ അതെല്ലാം എടുത്തിട്ട് കഴിഞ്ഞ കുറെ വർഷമായിട്ട് അവരിവിടെ മീൻ പിടിച്ച 3-4 വർഷമായി ഇപ്പൊ ഇവര് വരാൻ തുടങ്ങി. ഞാൻ സ്ഥിരം ഇവിടെ പാത്രം കഴുകണം, കക്കാറച്ച് വിൽക്കാൻ വന്നിട്ട് പാത്രം. ഇവരെല്ലാം ഇവിടെ കുറെ നാളായിട്ട് ഇവരൊക്കെ ഈ അടുത്ത് വന്നതാണ്. മറ്റു സംഘങ്ങള്, തമിഴ് സംഘങ്ങൾ ഈ അടുത്ത് വന്നതാണ്. ഇയാളെ ഇന്നലെ പിടിച്ചിട്ടുണ്ടോ? അയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടില്ല. ഞാൻ ഇവിടെ മിനിഞ്ഞാന്ന് ഇവിടെ കഴുകാൻ നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. പാലത്തിന് നടുക്കുന്ന് വെള്ളമടിച്ചൊക്കെ ഏതാണ്ടൊക്കെ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇവർക്ക് ദോഷം വരും, പറഞ്ഞു വിടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം വരുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനൊക്കെ ഇരുന്നത് എന്ന് പറഞ്ഞു. ഈ കൊണ്ടുപോയവര് കുറച്ച് പ്രശ്നക്കാരാണെന്ന് അത് നമുക്ക് അറിഞ്ഞുകൂടെ. ഞാൻ 5 മണിയായപ്പോൾ പാത്രം കഴുകാൻ വന്നതാണ് കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് ഇവര് 3-4 വർഷമായി വരാൻ തുടങ്ങി, ഇവിടെ താമസിക്കാൻ തുടങ്ങി. ഇവര് ചമ്പക്കര മീൻ കൊടുക്കണം, അവർക്കൊക്കെ അറിയാം. ചമ്പക്കരയില അതാണ് ഇവര് ഒരു കുട്ടവഞ്ചിയുമായിട്ട് അവര് ഇവിടെ കാലുകളിൽ നിന്ന് മീൻ പിടിക്കുകയും തുടർന്ന് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സംഘത്തിൽ അവരെല്ലാം ഈ മൈസൂർ കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ വരുന്നവരാണ് ഇവർ. കഴിഞ്ഞ കുറേ അധികം നാളുകളായി ഇവിടെ ഈ വേമ്പനാട് കായലിൻ്റെ പരിസര പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇവരുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ ഇവർ കാണുന്ന ഈ കുണ്ടന്നൂർ പാലം കടന്നു പോകുന്ന മേഖലയാണ്. ഇതിന് താഴെയാണ് ഇവരെല്ലാം തന്നെ അധിവസിക്കുന്നത്. കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് ഇവരെല്ലാം തന്നെയുണ്ട്. ഇവർക്കിടയിലേക്കാണ് ഇപ്പോൾ കുറുവ സംഘം എന്ന് സംശയിക്കുന്ന ഈ സംഘങ്ങൾ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഇവിടേക്ക് വരികയും ചെയ്യുന്നത്. അവർ ഈ ഭാഗത്താണ്, ഇവിടെയായിരുന്നു അവർ താമസിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഇന്നലെ ഇവിടേക്ക് എത്തുമ്പോൾ, പോലീസ് എത്തുമ്പോൾ ഇവിടേക്ക് കടന്നു വരാൻ ഇത്ര പ്രയാസമുള്ള കാരണം ഈ പകൽ വെളിച്ചത്തിൽ നമ്മൾ ഇത് കാണുന്നത് പോലെയല്ല. രാത്രിയിൽ ഇവിടേക്ക് മറ്റ് വെളിച്ച സംവിധാനങ്ങൾ കാരണം അതിൻ്റെ ആവശ്യവുമില്ല. അവിടെ വെളിച്ചത്തിലേക്ക് വരേണ്ടത് തീർത്തും ഇരുൾ മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. തീർത്തും അപ്പുറത്തെല്ലാം തന്നെ ചതുപ്പാണ്. ഇവിടെ നിന്ന് ഇവരുടെ ഒരു സൗകര്യം കുറ്റവാളികൾക്ക് ആ രീതിയിൽ കാണുകയാണെങ്കിൽ ഇവിടെ നിന്ന് അവർക്ക് കടന്നു കളയാവുന്ന സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഇവിടെയായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. ഇതിനകത്തു നിന്നാണ് പോലീസ് ഇവരെ പിടികൂടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്. ഇതിനകത്തേക്ക് വരികയാണെങ്കിൽ ഇത് ഇവിടെയായിരുന്നു ഈ പറയുന്ന ഇപ്പോൾ പോലീസ് പിടികൂടിയ സന്തോഷ് ശെൽവം ഇതിനകത്ത് ഒളിച്ചിരുന്നു എന്നാണ്. ഇതിനകത്ത് ടർപോളിൻ കൊണ്ട് മൂടിയ ഭാഗത്ത് ഇവിടെ കുഴിയുണ്ടാക്കി, ഇതിനകത്ത് കുഴിയുണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് ഒളിച്ചിരിക്കുകയും തുടർന്ന് ഈ ടർപോളിൻ കൊണ്ട് ഇവിടേക്ക് മൂടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒളിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ അവിടെ ആരും തന്നെ ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് അവിടെ ഒരു കുഴിയെടുത്ത് അതിനകത്ത് മൂടിയിരിക്കുന്ന ഒരു അന്തരീക്ഷം, അത്തരം ആ രീതിയിലായിരുന്നു അതിനകത്ത് സജ്ജീകരിച്ചിരുന്നു. ചെറിയൊരു കുഴിയെടുക്കുക, അതിനകത്തേക്ക് ആരെങ്കിലും അന്വേഷിച്ച് വരിക, അതിനകത്തേക്ക് പതിയിരിക്കുക, ടർപോളിൻ കൊണ്ട് മൂടുക. ഒറ്റ നോട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുകയില്ല ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നുവെന്ന്. ഇന്നലെ ഇവിടെ പോലീസ് എത്തുമ്പോൾ ഇയാൾ പോലീസിന്റെ പിടിയിലാവുമ്പോൾ ആ പോലീസിന്റെ പിടിയിൽ നിന്നും ഇയാൾ കുതിര ഓടുന്നു. പോലീസിനെ തടുക്കാനായിട്ട് സ്ത്രീകളടക്കമുള്ളവർ, ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീകളടക്കമുള്ളവർ എത്തുന്നു. പക്ഷേ ഇയാൾ പോലീസിനെ കൈവിലങ്ങുമായിട്ട് ഇവിടെ നിന്ന് അർദ്ധനഗ്നായി രക്ഷപ്പെടുന്നു. പിന്നീട് ചതുപ്പിൽ നിന്ന് 4 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇയാളെ പിടികൂടുകയും ചെയ്യുന്നത്. ഈ കുണ്ടന്നൂർ പാലത്തിന് താഴെ ഈ കാണുന്ന ഈ സ്ഥലത്തായിരുന്നു ഇവർ താവളമടിച്ചിരുന്നത്. അപ്പുറത്ത് മത്സ്യം പിടിച്ച ഉപജീവനം നടത്തുന്ന മൈസൂരിൽ നിന്നുള്ള നാടോടി സംഘങ്ങളുണ്ട്. അതിനിപ്പുറത്താണ് ഇവർ ഈ ചായ്പെല്ലാം കെട്ടി ഇവർക്ക് പറ്റാവുന്ന രീതിയിൽ, അവർക്ക് അനുയോജ്യമാവുന്ന രീതിയിലേക്ക് ഇത് മാറ്റിയെടുത്തത്. നേരത്തെ സംസാരിച്ചവർ ഇവിടെ നിന്ന് പറഞ്ഞത് പലപ്പോഴും ഇവരെ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇവർ തന്നെ അത് സമ്മതിച്ചിരുന്നില്ല, എതിർത്തിരുന്നു, ബഹളമുണ്ടാക്കുന്നു. ഈ സന്തോഷ് അടക്കം പലപ്പോഴും മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നതെല്ലാം തന്നെ ഒരു പതിവ് കാഴ്ചയായിരുന്നുവെന്ന് പരിസരത്തുള്ളവർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഒരു കുപ്രസിദ്ധ
മോഷണ സംഘം, അത് ഈ കൊച്ചി കേന്ദ്രീകരിച്ച് ഇത്തരമൊരു ചതുപ്പ് ഈ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ് കുറേ നാളുകളായി ഇവിടെ ഒളിച്ച് താമസിക്കുകയായിരുന്നു. അവർ ഇതിനൊരു താവളമാക്കി മാറ്റുകയായിരുന്നു എന്നാണ്. ഈ അടുത്ത് നടന്ന ഈ മോഷണ ശ്രമങ്ങളിലും കാര്യങ്ങളിലുമെല്ലാം ഇവർക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഇനിയും ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്, തെളിയിക്കേണ്ടതുണ്ട്. എന്തായാലും ചില അടയാളങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിൻ്റെ കൂടി ഒരു അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് പരിശോധന നടത്തുകയും എല്ലാം തന്നെ ചെയ്തത്. രഞ്ജിത്ത്, അപ്പോൾ ഇതാണ് ഈ സാഹചര്യം. ഇവിടുത്തെ കാര്യങ്ങളും ദൃശ്യങ്ങളും എല്ലാം തന്നെ ഇതാണ്. ഇവിടെ മരടിൽ കുണ്ടന്നൂർ പാലത്തിന് കീഴെയുള്ള ഈ ഭാഗമാണ്, ഈ ഒരു പ്രദേശമാണ് ഇവരിവിടെ താമസത്തിനായി സജ്ജമാക്കിയെടുത്തിരുന്നത്. ഇതിനിടയിൽ ഇവർ താമസിക്കുകയായിരുന്നു. ഒപ്പം സൂചിപ്പിക്കുന്നു, അവിടെ കൃത്യമായി ഈ ഒരു സീസണുകളിൽ വന്നു പോകുന്ന നാടോടി സംഘങ്ങൾ, മൈസൂരിൽ നിന്നുള്ള നാടോടി സംഘങ്ങൾ കുട്ടവഞ്ചിയിൽ ഉപജീവനം നടത്തുന്നവർ അവരൊരു ഭാഗത്ത് തുടരുന്നുണ്ട്. അതിനിടയിലേക്കാണ് ഈ സംഘങ്ങൾ, സന്തോഷ് ശെൽവം ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുകയും ഈ ഒരു രീതിയിലേക്ക്, അവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ആളാണ് ഇയാൾ, പലപ്പോഴും ബഹളങ്ങളുണ്ടാക്കുകയും ഈ മരടിലും പരിസരത്തും എല്ലാം തന്നെ ബഹളങ്ങളുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇങ്ങനെ ഒളിയിടമാക്കി മാറ്റിയെടുത്തുകൊണ്ട് അവരുടെ കഴിയുകയായിരുന്നു. ഇന്നലെ പോലീസിൻ്റെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇയാളെ പോലീസ് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നടക്കം അറിയേണ്ടതുണ്ട്. ഒപ്പം പറവൂരിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവത്തിൽ പറവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 അംഗ അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അവർ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. നിലവിലെ സാഹചര്യങ്ങൾ, പിടിയിലായവരെ കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ഇവരും തേടുന്നുണ്ട്. അവിടെയും പോലീസ് സംശയിക്കുന്ന പ്രാദേശികമായ സംഘങ്ങൾ ഈ രീതിയിൽ അവിടേക്ക് എത്തിയിട്ടുണ്ട്, ഇവരെ മറയാക്കി മറ്റാരെങ്കിലും അവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള മുഴുവൻ സാധ്യതയും പരിശോധിക്കുന്നു. ജാഗ്രതയോടുകൂടി തന്നെ പോലീസ് സംഘം മുന്നോട്ട് പോകുന്നു. രഞ്ജിത്ത, തീർച്ചയായും അതാണ് ഡാനി ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ സന്തോഷ് എന്ന് പറയുന്ന ആളെ പോലീസ് അതിസാഹസികമായി പിടിച്ച പ്രദേശത്താണ്. ചതുപ്പാണ് അവിടെ ഒളിച്ചിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. വർഷങ്ങളായി അവിടെ തമ്പടിച്ചിരിക്കുന്നവരാണ്. ഇവർ കുറുവാ സംഘവുമായി ബന്ധമുണ്ടോ എന്നുള്ള പരിശോധനയാണ് പോലീസ് ഇപ്പോഴുള്ളത്. ശരണ്യ, ഏതായാലും ആലപ്പുഴയിൽ എത്തിയത് ഇവരാരുമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അപ്പോഴും നമുക്ക് സംശയങ്ങൾ മാറുന്നില്ല. കുറുവാ സംഘാംഗമല്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുമില്ല. അന്വേഷണം, ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു, അതല്ലേ? ഇപ്പോൾ കുറുവാ സംഘാംഗമല്ല എന്ന് പൂർണ്ണമായും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ലല്ലോ. രഞ്ജിത്ത്, അത്തരമൊരു സ്ഥിരീകരണമല്ല ആലപ്പുഴയിൽ. അതായത് ഈ സന്തോഷ് സെൽവം മണ്ണഞ്ചേരിയിൽ വന്ന സംഘത്തിലുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സന്തോഷിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ചില കാര്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ സന്തോഷ് ഇവിടെ മണ്ണഞ്ചേരിയിൽ 4 ഇടത്താണ് മോഷണം നടന്നത്. ആ മോഷണം നടന്ന ആളുകളിൽ ചിലർ ഈ സന്തോഷിനെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആലപ്പുഴ ജില്ലയിൽ പലയിടങ്ങളിലായി എത്തിയത് വ്യത്യസ്ത ആളുകളാണ് എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അത് കുറുവാ സംഘത്തിൽ തന്നെ ഏകദേശം 25ഓളം ആളുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ട് എന്നുള്ള വിവരവും നമുക്കിപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഇവർ പലപ്പോഴും ഒരുമിച്ച് കൂടാറുണ്ട്. ഒരുമിച്ച് കൂടി അവിടെ ഇപ്പോൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഇവർ മോഷണം നടത്തുന്ന ഒരു ശൈലി ഉള്ളത്. ഒപ്പം മോഷണശേഷം, അതായത് ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ഇറങ്ങിയാൽ വിവിധ സ്ഥലങ്ങളിലായി ഒരേ സമയം തന്നെ ഇവര് മോഷണം നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സീസണിലായിട്ടാണ് ഇവർ മോഷണം നടത്തി പോകുന്നത്. അങ്ങനെ കേരളത്തിൽ എത്തിയിരിക്കുന്നതിൽ ഏകദേശം 10-25ഓളം പേരുണ്ട് എന്നുള്ളൊരു വിവരം നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അതാണ് പറവൂരും ഒപ്പം തന്നെ കരിയിലക്കുളങ്ങരയിലും അടക്കം. കരിയിലക്കുളങ്ങരയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഈ മോഷണം നടക്കുന്ന, ഈ ആലപ്പുഴയിൽ നടന്ന മോഷണത്തിന്റെ ഒരു പാറ്റേൺ നോക്കുവാണെങ്കിൽ അറിയാം, ഒരേ സമയമാണ് പലയിടത്തും കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ സന്തോഷ് സെൽവം മാത്രമല്ല, ഈ തൂക്കുകുളത്തും പുന്നപ്രയിലും കയറിയിരിക്കുന്നത് ഇവരുടെ തന്നെ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അതായത് ഈ സംഘത്തിലെ തന്നെ കുറച്ച് മുതിർന്ന ആളുകളാണ് അവിടെ എത്തിയിട്ടുള്ളത്. കോട്ടയത്തും പുന്നപ്രയിലും എത്തിയിരിക്കുന്ന ആളുകൾ, നമ്മൾ കഴിഞ്ഞ ദിവസം കോട്ടയത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ കോട്ടയത്തും പുന്നപ്രയിലും എത്തിയിരിക്കുന്ന ആളുകൾ ഒരേ ആളുകളാണ് എന്നുള്ളത്, ഇവരുടെ ഈ സംഘാംഗങ്ങളിലെ മുതിർന്ന ആളുകളാണ് എന്നുള്ള വിവരം ഇപ്പോൾ ഏറെക്കുറെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. സന്തോഷ് ഈ മണ്ണഞ്ചേരി ഭാഗത്ത്, ഈ കോമളപുരം അടക്കമുള്ള ഇടങ്ങളിലും നമുക്ക് ആദ്യം ലഭിച്ച CCTV ദൃശ്യങ്ങളുള്ള ആൾ സന്തോഷാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം ഏറെക്കുറെ നമുക്ക് അത്തരം വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷേ ഇവർ മാത്രമല്ല, സന്തോഷ് മാത്രമല്ല അതിനകത്ത് ഉള്ളത്. സന്തോഷോ മണികണ്ഠനോ അവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി, പ്രത്യേകിച്ച് എറണാകുളവും ആലപ്പുഴ ജില്ലകളിലായി ഇവർ സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. സാധാരണഗതിയിൽ നമുക്ക് പണ്ടൊരു മാരാരിക്കുളത്തൊരു കേസ് അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ അതിക്രൂരമായി ഒരു അധ്യാപികയും ആക്രമിക്കുകയും അതിനുശേഷം പിന്നീട് സ്വർണം കവരുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ഇവിടെ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും നമ്മൾ തിരിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ സന്തോഷ് സെൽവവും അപ്പോൾ മണികണ്ഠനും മണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. ഇന്നലെ രാത്രി അവരെ അർദ്ധരാത്രിയോടെയാണ് ആലപ്പുഴയിലെ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചത്. അവിടെ നിന്നും ഇന്നിപ്പോൾ രാവിലെ ഇന്നലെ രാത്രി തന്നെ മണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. മണഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇവർ ഈ എത്തിയ 2 പേർ മാത്രമല്ല, വ്യത്യസ്ത ഇടങ്ങളിൽ പല ടീമുകളായി പിരിഞ്ഞാണ് ഇവർ ഇപ്പോൾ ഈ മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് നൽകാനുള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും കുറുവ സംഘാംഗങ്ങൾ പല സംഘങ്ങളായി തിരിഞ്ഞ് അവർ പല ജില്ലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ തരത്തിലാണ് ഇവരുടെ ഓപ്പറേഷൻസ് നടത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് ഏതായാലും 10 അംഗ സംഘം രൂപീകരിച്ചുള്ള അന്വേഷണമുണ്ട്. ഡാനി, ഈ പ്രദേശമൊക്കെ കാലങ്ങളായി ഇത്തരം ആളുകൾ തമ്പടിക്കുന്ന സ്ഥലങ്ങളാണ്. ശരിക്കും ഇവിടെയൊക്കെ പോലീസിൻ്റെ വളരെ കൃത്യമായ നിരീക്ഷണം വേണ്ടതാണ്. നാടോടികളാണ് ഇവർ. ഈ കുട്ടവഞ്ചിയിലും മറ്റും പോയി മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുന്നവരാണ് അവർ. ഈ കാലങ്ങൾ ഓരോ സമയത്ത് മാറി മാറി വരും പോകും. പക്ഷേ ഇവരെക്കുറിച്ച് വ്യക്തത ഒരുപക്ഷെ പോലീസിൽ പോലും കാണില്ല. ഒരുപക്ഷെ ഇവർക്കിടയിലേക്ക് ഇത്തരം സംഘാംഗങ്ങൾ നുഴഞ്ഞു കയറുകയും അവർക്ക് പോലീസിൻ്റെ കണ്ണും മറ്റും വെട്ടിച്ച് അവരുടെ പ്രവർത്തികൾ മോഷണമടക്കം നടത്താനുള്ള പശ്ചാത്തലവുമൊക്കെ വേണമെങ്കിൽ ഒരുക്കാം. അതൊന്നും ഇതൊക്കെ ജാഗ്രതയോടെ ഈ കാര്യങ്ങൾ നീക്കേണ്ടത് പോലീസാണ്, പരിശോധന വേണ്ടതാണ്. അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണോ? ഈ വിഷയം വ്യാപകമായപ്പോഴുള്ള പരിശോധനകളിലാണോ പോലീസ് ഏർപ്പെട്ടത്? രഞ്ജിത്ത്, ഇതൊരു കൃത്യമായ ഒരു നിരീക്ഷണം ഈ ഭാഗത്തൊന്നും ഇല്ല എന്നത് വ്യക്തമാണ്. കാരണം ഇത് പോലീസിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു പരിശോധനകളിലേക്കൊന്നും കയറി സ്ഥിരം വന്നു പോകാൻ പറ്റുന്നൊരിടം എന്ന് പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ ഈ സ്ഥലം കാണിച്ചതുപോലെ ഇവിടേക്ക് കടന്നു വരിക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മാത്രവുമല്ല, പോലീസിന്റെ അന്വേഷണത്തിലും കാര്യങ്ങളിലുമല്ല ഈ സംഘം ഇവിടേക്ക് ഇതിനിടയിലുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് കൃത്യമായി ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ കാണിച്ച മൈസൂരിൽ നിന്നുള്ള നാടോടി സംഘങ്ങൾ അവരെ മീൻ പിടിച്ച് ജീവിക്കുന്നു. അവർ ഈ പാലത്തിന്, കുണ്ടന്നൂർ പാലത്തിന് താഴെ, പിന്നെ ഗോശ്രീ പാലത്തിന് താഴെ, പ്രത്യേകിച്ച് ഈ ജലാശയങ്ങൾ ഇതെല്ലാം തന്നെ കായൽ ചുറ്റപ്പെടുന്ന താഴെ, അതിന് താഴെയാണ് അവർ കാലങ്ങളായിട്ട് തന്നെ ജീവിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അവർ വന്നു പോകുന്നു. കൃത്യമായൊരു വിവരങ്ങൾ അത്തരം അവരെക്കുറിച്ച് ഒരു ഡാറ്റ പോലീസിനുണ്ട് എന്നതാണ്. കാരണം അതത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്നത് അവർ കൃത്യമായിട്ട് അത് നോക്കി പോകുന്നു. പക്ഷെ അവർക്കിടയിലേക്ക് ഇങ്ങനെ ഒരു സംഘം കൂടി ഇടയ്ക്ക് വന്ന് കയറി കൂടിയതായുള്ളൊരു വിവരം പോലീസിന് ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ കുറച്ച് നാളായിട്ട് ഇവർ ഉണ്ടായിരുന്നെങ്കിലും അവർ കൃത്യമായൊരു ഒളിയിടമായിട്ട് തന്നെ ഇതിനെ മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ അതിനകത്ത് കണ്ടതുപോലെ ഈ സന്തോഷ് താമസിച്ചിരുന്ന ഈ ഒരു ടർപോളിൻ വലിച്ചു കെട്ടിയ അതിനകത്തൊരു കുഴി അയാൾക്ക് ഒളിഞ്ഞ് ഇരിക്കാൻ പറ്റിയ പാകത്തിൽ അതിലടുത്തിട്ട് ടാർപോളിൻ കൊണ്ട് മൂടുന്ന രീതിയിലേക്ക് വന്ന് എന്തെങ്കിലും സാധനങ്ങൾ ചായച്ചു ശരീരത്തിന് പകുതിയിലധികം ഭാഗം അതിനകത്തേക്ക് മറച്ചു വെക്കാൻ കഴിയുന്ന രീതിയിലെല്ലാം തന്നെ വന്നു. പോലീസ് വന്ന് പരിശോധന നടത്തുകയാണ് പോലും, രാത്രിയിലൊക്കെ പരിശോധന നടത്തുകയാണെങ്കിൽ അങ്ങനെയൊന്നും അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന രീതിയിലായിരുന്നു. അപ്പോൾ പോലീസ് കൃത്യമായ രീതിയിലേക്ക് ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ പരിശോധനകൾ എല്ലാ ഭാഗങ്ങളിലും ഈ ക്രിമിനലുകൾ ഇത്തരം സാഹചര്യങ്ങളിൽ തന്നെയാകും. അതുകൊണ്ട് ആ രീതിയിലൊരു പരിശോധനകളും ഇടപെടലുകളും എല്ലാം തന്നെ സ്ഥിരമായി വേണ്ടതാണ് എന്നതാണ് ഈ ഒരു സന്ദർഭം ഓർമ്മിപ്പിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ അന്വേഷിച്ചപ്പോൾ ഈ സന്തോഷ സംബന്ധിയായ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് ഇവിടെയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്, നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് പരിശോധന നടത്താനായിട്ട് എത്തുകയും ചെയ്തത്. ഇവരെ തടഞ്ഞ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ മരട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം പോലീസിനെ കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് ചെല്ലാൻ, അന്വേഷണം കൃത്യമായി പോകേണ്ടത്, അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു ജാഗ്രത, നിരീക്ഷണമെല്ലാം
അടിയന്തരമായ ഒരു ഇടപെടൽ ആവശ്യമാണ് എന്നത് തന്നെയാണ് അടിവരയിടുന്നത്. പ്രത്യേകിച്ച് കൊച്ചി പോലുള്ളയിടങ്ങളിൽ നഗരം വികസിക്കുന്നുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ ഇതുപോലുള്ള ഒളിയിടങ്ങളും ധാരാളമായിട്ട് ഇടങ്ങളുണ്ട്. കാരണം പെട്ടെന്നൊന്നും കണ്ണെത്താത്ത ഇടങ്ങൾ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഈ പാലത്തിന് കീഴെ അങ്ങനെയൊന്നും നോക്കുക, പാലത്തിൻ്റെ അപ്പുറത്ത് ആ കോൺക്രീറ്റ് ബീമുകൾ ഇവർ സാധനങ്ങൾ വീട്ടു സാധനങ്ങളെല്ലാം അടക്കി വെക്കുന്ന ഒരിടം പോലെ എല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സൗകര്യങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളെല്ലാം അവരുടെ സൗകര്യങ്ങളാക്കി മാറ്റിയെടുക്കാനുള്ള എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമ്മൾ വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ പോലീസ് കസ്റ്റഡിയിലുള്ളവരുമായിട്ട് ഈ അടുത്തുള്ള മൈസൂരിൽ നിന്നുള്ളവർ പലപ്പോഴും വാക്കുതർക്കത്തിലുണ്ടാവുണ്ട്. അവരൊരു സ്ഥിരം വഴക്കാളിയായിരുന്നു സന്തോഷം എന്നെല്ലാമാണ് ഇവർ പറയുന്നത്. പക്ഷേ ഒരു ക്രിമിനൽ ഇത്രത്തോളം പോലീസ് തേടി വരുന്ന ഒരാളായിട്ട് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നവർ പറയുന്നു. രഞ്ജിത്ത്. ശരി, ഡാനി പോളും ഒപ്പം ശരണ്യ സ്നേഹജനുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഉപതെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിലും വിഷയങ്ങൾ മാറിമറിയുകയാണ്. പാലക്കാട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് 3 പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇന്ന് മണ്ഡലത്തിലുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് BJPയുടെ പ്രചരണം. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, വിഷയങ്ങൾ ഒരുപാട് മാറിമറിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരിൽ എത്തി നിൽക്കുകയാണ്. ഏറ്റവും പുതിയ കാര്യങ്ങൾ, കൂടുതൽ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ അവസാന മണിക്കൂറുകളിൽ? ഈ കാലുമാറ്റങ്ങൾ, കൂറുമാറ്റങ്ങളൊക്കെ ഇനിയും ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഭയക്കുന്നുണ്ടോ? അത്തരം ചില അഭ്യൂഹങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ട്. ചിലർക്ക് അതൊരു നേട്ടമായി അവതരിപ്പിക്കാമെങ്കിലും മറ്റുള്ളവർക്ക് ആശങ്കയാണ്. ആരാണ് ഇന്ന് ആ നേട്ടം ആയി പറയാൻ പോകുന്നതും ആർക്കാണ് ആശങ്ക ഉണ്ടാക്കുന്നതുമൊക്കെ ഏതായാലും മണിക്കൂറുകൾക്ക് അറിയാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും CPM ക്യാമ്പിലേക്ക് ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് വരുമെന്ന അഭ്യൂഹം തുടക്കം മുതലുള്ളതാണ്. അതിന്ന് വീണ്ടും അത്തരം ചില ചർച്ചകൾ പലയിടത്തും കേൾക്കാൻ കഴിയുന്നുണ്ട്. ഒരു സ്ഥിരീകരണം ആരും നൽകുന്നില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മുതൽ പ്രചരിക്കുന്നൊരു വാട്സാപ്പ് സന്ദേശമുണ്ട്. 6 BJP കൗൺസിലർമാർ, അത് നഗരമേഖലയിലുള്ള 6 കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് പോകും. BJP വിട്ട് കോൺഗ്രസിലേക്ക് പോകുക. നഗരഭരണം തന്നെ BJPക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിലെ കാര്യങ്ങൾ പോകും. പക്ഷെ അത് കോൺഗ്രസും BJPയും അത് അങ്ങനെ ഒരു നീക്കമുണ്ട് എന്നതിനെ വാർത്തകളെ അഭ്യൂഹങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ്. എവിടെയൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ ഒറ്റയ്ക്കാകില്ല BJPയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നാണ് ആ ഒരു ചർച്ചയുടെ അടിസ്ഥാനം. ഏതായാലും അവസാന മണിക്കൂറുകളിലേക്ക് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം കടക്കുമ്പോൾ ഇനിയും പലതും പ്രതീക്ഷിക്കാമെന്ന് ഉറപ്പാണ്. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. നാളെ വൈകുന്നേരമാണ് കൊട്ടിക്കലാശം. നാളെ വൈകുന്നേരം വരെ പരസ്യപ്രചരണം. പല മാറ്റങ്ങളും ഇനിയും ഉണ്ടാകാം. കൊല ബോംബുകളും ഇനിയും പൊട്ടാം എന്നുള്ള സൂചന തന്നെയാണ് ഇവിടെ നിന്ന് പുറത്തു വരുന്നത്. CPMന്റെ നേതാക്കളൊക്കെ ഇവിടേക്ക്, CPM ജില്ലാ കമ്മിറ്റി ഓഫീസാണ് ഞാനുള്ളത്, നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. AK ബാലൻ അല്പസമയത്തിലേക്ക് ഇവിടേക്ക് വരും. അവസാനവട്ട ചർച്ചകളിലാണ് മുന്നണികൾ, അവസാനവട്ട തന്ത്രം മെനയിലാണ് മുന്നണികൾ. എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? ഇനിയും ബോംബുകൾ വീഴാനുണ്ടോ പാലക്കാട്, രാഷ്ട്രീയ ബോംബുകൾ വീഴാനുണ്ടോ എന്ന കാര്യമൊക്കെ അറിയേണ്ടതുകൊണ്ട് ഇപ്പോൾ AK ബാലൻ മാധ്യമങ്ങളെ കാണുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്താണ് പുതിയ നീക്കങ്ങൾ, CPMന്റെ പുതിയ തന്ത്രങ്ങളൊക്കെ അറിയാം. സന്ദീപ് വാര്യർ പോയതാണ് ഇന്നലെ ഇവിടെ വീണ രാഷ്ട്രീയ ബോംബ്. അത് അക്ഷരാർത്ഥത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രൂപത്തിൽ കോൺഗ്രസ് നടപ്പാക്കിയതായിരുന്നു. അത്തരം നീക്കങ്ങൾ ഇനിയും ഉണ്ടാകുമോ? ആർക്കെങ്കിലും അത്തരം കാര്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യമൊക്കെ AK ബാലൻ പ്രതികരിക്കുകയാണ്. LDF ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക, UDFന്റെ പ്രത്യേകിച്ച് ഈ മുസ്ലിം വോട്ടുകളിൽ ഭിന്നത ഉണ്ടാക്കുന്നത് CPM കാണുന്നുണ്ടോ? ഇതിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം 100% ഇപ്പൊ തെറ്റാകുക. BJP RSS UDF ഡീൽ എങ്ങനെയാണ് പുറത്തു വന്നത് എന്നുള്ളതാണ് ഇന്നലെ വ്യക്തമായത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുന്നതിന്റെ ഇടയിൽ പെട്ടെന്നാണ് സന്ദീപ് വാര്യർ കയറി വന്ന് ഞാൻ BJPയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു, UDFുമായി സഹകരിക്കാം എന്ന് പറഞ്ഞത്.
ഇത് വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിച്ചു പോകും എന്ന് വന്നതോടുകൂടി RSSന്റെ കാല് പിടിക്കാൻ തയ്യാറായി പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യരെ ഇപ്പം അവർക്ക് വശത്താക്കാൻ കഴിഞ്ഞത്. സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ RSSന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ വിഭിന്നമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ കോൺഗ്രസിനോടുള്ള ഇന്നത്തെ ഈ അടുപ്പം ഐക്യജനാധിപത്യ മുന്നണിയെ സാരമായി ബാധിക്കും എന്ന പരോക്ഷ സന്ദേശം കോൺഗ്രസിന്റെ പ്രഗത്ഭനായ നേതാവ് ഇന്നലെ മുരളീധരൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. മുരളീധരൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യം പരിപൂർണമായും ശരിയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മുരളീധരൻ അവസാനം പറഞ്ഞത് ഒരു കുറ്റബോധം കൊണ്ട് ക്ഷമാപണം നടത്താൻ കിട്ടിയ ഒരവസരമായിരുന്നു വയനാട്. ഒരാഴ്ച മുമ്പേ ഈ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമാകുമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഹിന്ദുത്വ ഫാസിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ഇന്നേ വരെ കാണാത്ത രൂപത്തിൽ വർഗീയത ഛർദിച്ച സന്ദീപ് വാര്യരെ തുറന്നു കാട്ടുകയാണ് ഇന്നലെ മുരളീധരൻ ചെയ്തിട്ടുള്ളത്. ആ മുരളീധരന്റെ നിലപാടിനോട് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കണം. SDPI RSS അവിശുദ്ധ ബന്ധത്തിന്റെ ഒരു ഭാഗവും കൂടിയാണിത്. ഇത് വളരെ സമർത്ഥമായിട്ടാണ് ഈ നാടകവും ഒപ്പിച്ചെടുത്തത്. അപ്പൊ SDPIക്കാർ ഇപ്പോ കോൺഗ്രസിനോട് പറഞ്ഞത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ജയിക്കാൻ, RSSനെ കൂട്ടുപിടിക്കാൻ സന്ദീപ് വാര്യരെ ഉപയോഗപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാടകങ്ങൾ ഇപ്പോൾ കളിക്കുന്നത്. യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ RSSൽ നിന്ന് മാറിയിട്ടില്ല. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ഒരു രൂപത്തിലും മോചിതനായിട്ടില്ല. ആ രൂപത്തിലുള്ള ഒരു സന്ദേശവും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കൊടുക്കാതെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഐക്യജനാധിപത്യ മുന്നണി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചോദിക്കട്ടെ, എന്റെ അമ്മ മരിച്ചേ കാണാൻ വേണ്ടി ആരും വരുന്നില്ല, BJPന്റെ നേതാക്കന്മാർ വരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഒന്ന് ആശ്വസിപ്പിക്കൂല. നിങ്ങൾ ആശ്വസിപ്പിക്കൂല. ആരാ ചെയ്യാത്തത്? അപ്പം മരണ വീട്ടിൽ വന്നില്ല, കാണാൻ വന്നില്ല, അത് തെറ്റായി പോയി എന്ന് ഞാൻ ഒരു ഭാഗത്ത് പറയുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തോടുള്ള നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കൂ. അത് അദ്ദേഹത്താണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞത് സരിനെ പറ്റിയിട്ട് അതിനൊക്കെ ഒരു ദുർവ്യാഖ്യാനാണ്. അതിന്റെ കൂടെ വായിച്ചാൽ മനസ്സിലാവുന്നത്. അതാണ് പറഞ്ഞത്. അത് ഞാൻ ഈ സരിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പ്രയോഗം നടത്തിയത്. പക്ഷെ അത് കൂട്ടിയിട്ട് ഇപ്പൊ എന്തായി മറ്റേ ക്രിസ്റ്റൽ ക്ലിയർ അതാകും. അതിൽ യാതൊരു സംശയമില്ല. ഏതൊരാൾക്കും ഒരു കേഡറായാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നൊരു കേഡറായാൽ അത് അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ നിലപാട് വ്യക്താക്കണമല്ലോ. ഇത് ഇപ്പോഴും കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള സന്ദീപ് വാര്യർ RSS പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ഇതുവരെ എടുത്ത നിലപാടിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങളെ ഇതുപോലെ അപമാനിച്ചു എന്ന് മാത്രമല്ല, ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ പറഞ്ഞത്? എന്താ കൂട്ടക്കൊല നടത്തണം, എന്നിട്ട് കഴുത്തിൽ ടയറ് കെട്ടി കത്തിക്കണം. ഈ രൂപത്തിൽ വിഷം തുപ്പുന്ന പ്രയോഗം ഈ കേരളത്തിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇന്നേവരെ നടത്തിയിട്ടുണ്ടോ? രാഹുലിനെ പറ്റിയിട്ട് പറഞ്ഞെന്താ? അദ്ദേഹത്തിന്റെ ചികിത്സ കോട്ടക്കലല്ല വേണ്ടത്, എവിടെയാ? കുതിരവട്ടത്താണ് വേണ്ടത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്നേവരെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് എന്താ പറഞ്ഞത്? ചെറുതായിട്ടൊന്ന്. എന്റെ ഒരു സുഹൃത്ത് 2 കല്യാണം കഴിഞ്ഞ് 3ാമത്തെ കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഇതൊരു ശരിയാണോ? അല്ല, അതൊരു ചെറിയ കല്യാണമാണ്. ഈ RSS പരാന്ന പ്രത്യയശാസ്ത്രമാണെന്ന് പാർട്ടി മാറിയാൽ ആളുകളുടെ പ്രത്യയശാസ്ത്രം മനസ്സിൽ നിന്ന് മാറില്ല എന്നല്ല താങ്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.
RSS പാർട്ടി മാറിയാലും RSS അല്ലാതെ അത് പറഞ്ഞാൽ മതിയെന്നേ ഞാൻ പറയുന്നത്. ഇപ്പൊ മാറണമെന്ന് ഞാൻ പറഞ്ഞത് ഏതാ സുഹൃത്ത് മലയാളം ഞാൻ പറഞ്ഞത് ഞാൻ ഇതുവരെ പറഞ്ഞത് മുസ്ലിംസിനെതിരായി പറഞ്ഞത്, ഹിന്ദുത്വത്തിന് വേണ്ടി പറഞ്ഞത്, RSSന് വേണ്ടി പറഞ്ഞത് തെറ്റായിരുന്നു. ഞാൻ ഇനി കോൺഗ്രസിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തോടാണ് എനിക്ക് യോജിപ്പ്. ഇന്നലെ വരെ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു. ഇനി ഞാനത് പറയില്ല. രാഹുലിനെതിരായി പറഞ്ഞത്, മഹാത്മാഗാന്ധിക്കെതിരായി പറഞ്ഞത്, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി മൊത്തത്തിൽ പറഞ്ഞത് മാപ്പാക്കണം ജനങ്ങളെ, മലയാളികളെ എന്ന് പറഞ്ഞു വോട്ടിന് ചോദിക്കണം. അതിന് വോട്ടിന് ചോദിക്കാൻ ധൈര്യമുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞ ഇതുപോലെ ഞാൻ സാധാരണ നിലയിൽ ഇപ്പം മുരളീധരന്റെ വാക്കുകളാണ് കൊട്ടേഷനായിട്ട് എടുക്കുക. അദ്ദേഹം പറഞ്ഞ് മേപ്പറമ്പിൽ വന്നിട്ട് പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് അനുകൂല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഓരോന്ന് പറഞ്ഞു. അതിമനോഹരമായിട്ട് എങ്ങനെയാണോ കരുണാകരൻ സറ്റയർ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്തത് അതുപോലെ പറഞ്ഞു. ഇതുപോലെ ഹൃദയത്തിന് കുത്തിയ വാക്കുകൾ ഈ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അത് അങ്ങനെ കോൺഗ്രസ്സുകാർ ലീഗുകാരും പറഞ്ഞു. ഉടനെ പോയിട്ട് കാല് പിടിച്ചിട്ടില്ലെങ്കിൽ ഉള്ള അടി ഒഴുകി പോകുന്നു. അത് ഇന്ന് രാവിലെ ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്നെ വിളിച്ചു. ഇത് നല്ല ഇവര് വിചാരിക്കുന്നത് കലത്തുനിന്ന് പോയാൽ കഞ്ഞിക്കരത്തിലേക്ക് ഉണ്ടാവുന്നതാണ്. കലത്തിലും ഉണ്ടാവില്ല, കഞ്ഞിക്കരത്തിലും ഉണ്ടാവില്ല എന്നാണ് ആ കോൺഗ്രസിന്റെ നേതാവ് എന്നോട് പറഞ്ഞത്. RSSകാർക്ക് ആവേശം ഉണ്ടാവും. ഇയാളുടെ കൂടെയുള്ള RSSകാർക്ക് AK ബാലൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കോൺഗ്രസിന് ഒരു ഗുണവും ഉണ്ടാകില്ല, സന്ദീപ് വാര്യർ നിലപാട് മാറ്റിയിട്ടില്ല. താൻ അന്ന് സന്ദീപിനെ വിശേഷിപ്പിച്ചത് അതൊരു അമ്മ മരിച്ചപ്പോൾ ആരും ആശ്വസിക്കാൻ ചെല്ലാത്തതിലൊരു ആശ്വാസം മാത്രമായിരുന്നു, മറ്റൊന്നും വിചാരിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ AK ബാലൻ പറയുന്നത്, വിശദീകരിക്കുന്നത്. കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ ഇതിനിടെ പാണക്കാടെത്തി. PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഉൾപ്പെടെ സന്ദീപ് വാര്യരെ സ്വീകരിച്ചു. അല്പമുമ്പാണ് അദ്ദേഹം പാണക്കാടേക്ക് എത്തിയത്. ദൃശ്യങ്ങളിൽ അത് കാണാം. പാണക്കാട്ട് സ്നേഹോഷ്മളമായ സ്വീകരണം സന്ദീപ് വാര്യർ ഏറ്റുവാങ്ങുകയായിരുന്നു. സന്ദീപ് വാര്യർക്ക് എല്ലാ ആശംസകളും സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും നേർന്നു. MLA മാർ, മുസ്ലിം ലീഗ് MLA മാരുടെ അടക്കം സാന്നിധ്യം അവിടെ കാണാം. സാദിഖ് അലി തങ്ങളുടെ വാക്കുകളിലേക്ക്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകളൊക്കെ മാറ്റി മതേതരത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഭൂമി, രാഷ്ട്രീയ ഭൂമിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. ക്ഷേത്രങ്ങളൊക്കെ തന്നെ കണ്ട പരിചയമുണ്ട്. ആളുകളുടെ ഒരു ബന്ധം ഇവിടെ കടന്നു വന്നതുകൊണ്ട് ഞങ്ങളത് കൂടുതൽ ആസ്വദിക്കുകയാണ്. എല്ലാ ആശംസകളും വിജയങ്ങളും നേടുന്നു. സന്ദീപ് വാര്യരുടെ വരവോടെ ദേശീയ പ്രാധാന്യമുള്ള സംഭവമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. BJP അല്ല അവസാന അഭയകേന്ദ്രമെന്ന സന്ദേശമാണ് സന്ദീപിന്റെ വരവ് നൽകുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പാണക്കാട് വന്നു, തങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയുന്നത് മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു അഭിവാഞ്ഛയാണ്. നാളെ UDFന്റെ എല്ലാ ലീഡേഴ്സിനെയും ശ്രീ സന്ദീപ് വാര്യർ കാണും. അവിടെ ബിഷപ്പ്മാരും അതുപോലെ തന്നെ മതപണ്ഡിതന്മാരെല്ലാവരും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കൾച്ചർ, ജീവിതം വേണം എന്നുള്ളതാണ്. ഒരു വളരെ വിഭാഗീയമായ തരത്തിൽ പോകുന്നതിനോട് താല്പര്യമില്ല, അത് മനം മടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ട്. അതാണ് നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഏറ്റവും വലിയ വശം. ഈ കൂടിക്കാഴ്ച തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നാണ് സന്ദീപ് വാര്യരുടെ പ്രതികരണം. UDFിലേക്ക് വന്നത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ടിയെ പുലർത്തിക്കൊണ്ടുവരാമെന്ന് കൊട്ടേഷൻ എടുത്തല്ല. ഞാൻ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഇന്ത്യ എന്ന ആശയത്തോട് പൂർണ്ണമായിട്ടും വിധേയനായിട്ടുള്ള ആളാണ്. നമുക്കറിയാം അവിടെ അസ്വസ്ഥരായിട്ടുള്ള അസംതൃപ്തരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ജിഷാദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ജിഷാദ്, സൗഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ച. എത്ര സമയം സന്ദീപ് അവിടെ ചിലവഴിച്ചു? പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു അല്ലേ? രഞ്ജിത്ത്, BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ മുസ്ലിം ലീഗ് നേതാക്കളെ കാണാനാണ് പാണക്കാട് എത്തിയത്. പാണക്കാട്
സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം മുസ്ലിം ലീഗിലെ നേതാക്കൾ സന്ദീപിനെ സ്വീകരിച്ചു. MLA-മാരായ N ശംസുദ്ദീൻ, അതുപോലെ തന്നെ നജീബ് കാന്തപുരം, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ്, KPCC സെക്രട്ടറി വി ബാബുരാജ് എന്നിവരാണ് സന്ദീപിനൊപ്പം ഉണ്ടായിരുന്നത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രാദേശിക കോൺഗ്രസ് മുസ്ലിം നേതാക്കളും സന്ദീപിനൊപ്പം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് മതസഹോദര്യം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണെന്ന് പാണക്കാട് എത്തിയ യാത്രക്ക് മുന്നോടിയായി സന്ദീപ് പ്രതികരിച്ചു. അതുപോലെ തന്നെ പാണക്കാട് യാത്രക്കുള്ള KPCCയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സന്ദീപിന്റെ യാത്ര. അതുപോലെ തന്നെ മുൻ നിലപാടുകൾ BJPയുടെ ഭാഗമായി നിന്നപ്പോൾ കൈക്കൊണ്ടെന്നും സന്ദീപ് പറഞ്ഞു. വ്യക്തിജീവിതത്തിൽ താൻ മതനിരപേക്ഷത നിലപാടുകളാണ് ഉയർത്തിപ്പിടിച്ചതെന്നും സന്ദീപ് പറഞ്ഞു. അരമണിക്കൂറോളം പാണക്കാട് ചെലവഴിച്ചാണ് സന്ദീപ് മടങ്ങിയത്. രഞ്ജിത്ത്. ശരി, ജിഷാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. പാലക്കാട്ട് പ്രചരണം നമുക്കറിയാം, അതിൻ്റെ അതീവ ഉച്ചസ്ഥായിലാണ്. മുഖ്യമന്ത്രി അടക്കം പാലക്കാട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊരു പ്രശ്നം ചേവായൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. അവിടെ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ വലിയ സംഘർഷമുണ്ടായിരുന്നു. അതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട്ട് UDFന്റെ ഹർത്താൽ പുരോഗമിക്കുകയാണ്. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. മുക്കത്ത് ഹർത്താൽ അനുകൂലികളും ടാക്സി ഡ്രൈവറും തമ്മിൽ സംഘർഷമുണ്ടായി. ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ചാണ് കോൺഗ്രസ് ഹർത്താൽ നടത്തുന്നത്. പോലീസ് CPMന് കൂട്ടുനിന്നു എന്നാണ് പറയുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഹർത്താലിന് അനുകൂലമായി അല്ല പ്രതികരിച്ചിരിക്കുന്നത്. MS അനീഷ് കുമാർ. അനീഷ്, ഇന്നലെ വലിയ സംഘർഷമുണ്ടായിരുന്നു, പോലീസിന്റെ ഇടപെടൽ ഉണ്ടായില്ല എന്ന പരാതിയാണ് കോൺഗ്രസിന്. ഇന്നെങ്ങനെയാണ് സാഹചര്യങ്ങൾ? ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? കോഴിക്കോട് നഗരത്തിൽ ഹർത്താൽ കാര്യമായി ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വാഹനങ്ങളടക്കം നിരത്തിലിറങ്ങിയിട്ടുണ്ട്. സിറ്റി സർവീസുകളും മറ്റ് കോഴിക്കോട് നഗരത്തിൽ നിന്നും പുറപ്പെടുന്ന മറ്റ് ബസ്സുകളും സർവീസ് നടത്തുന്ന ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. ഒപ്പം കടകൾ പലയിടങ്ങളിലും തുറന്നു കിടപ്പുണ്ട്. പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു പൊതു അവധി ദിനത്തിന്റെ പ്രതീതി നഗരത്തിലുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ കടകൾ തുറന്നു അടച്ചു എന്നതിനെ കുറിച്ച് കൃത്യമായ പറയാൻ കഴിയില്ലെങ്കിലും പൊതുവെ കടകൾ തുറന്നു കിടക്കുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലുമുണ്ട്. അല്പസമയത്തിനുള്ളിൽ കോൺഗ്രസിന്റെ പ്രകടനം, ഈ ഹർത്താൽ അനുകൂലികൾ പ്രകടനം DCCയിൽ നിന്ന് ആരംഭിച്ച് മാനാഞ്ചിറയിലേക്ക് പോകും. ഒരുപക്ഷെ ആ സമയത്ത് തുറന്നിരിക്കുന്ന കടകൾ അടപ്പിക്കുകയും വാഹനഗതാഗതമൊക്കെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും ഹർത്താലിൽ കടകൾ അടച്ച് സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം അടിക്കടി ഉണ്ടാവുന്ന ഹർത്താലുകൾ ഈ ജനജീവിതത്തെ ബാധിക്കുന്നതിനൊപ്പം വ്യാപാര മേഖലയിൽ വലിയ മാന്ദ്യം സൃഷ്ടിക്കുന്നു എന്നാണ് അവർ പരാതി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിക്കുമെന്ന അറിയിപ്പ് ഇന്നലെ തന്നെ നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിലൊക്കെ ഹർത്താൽ ഏതാണ്ട് പൂർണ്ണമായ അവസ്ഥയിലാണ്. പ്രത്യേകിച്ചും മുക്കമടക്കമുള്ള മേഖലകളിൽ ഹർത്താൽ അനുകൂലികൾ വലിയ തോതിൽ വാഹനങ്ങൾ തടയുന്നുണ്ട്. വാഹനങ്ങൾ തടഞ്ഞ് ഇനി വരരുത് എന്ന മുന്നറിയിപ്പ് നൽകിയാണ് അവർ വിടുന്നത്. ഓട്ടോറിക്ഷയും ബസ്സുകളും അടക്കമുള്ളവയും അവർ തടയുന്നു. സ്വകാര്യ വാഹനങ്ങളും തടയുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഈ ഹർത്താൽ അനുകൂലികളും നാട്ടുകാരുമായി ഈ പരസ്പരം നെയ്യ വാക്കേറ്റം മറ്റുമൊക്കെ ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കടകമ്പോളങ്ങൾ പലയിടങ്ങളിലും തുറന്നു കിടന്നെങ്കിലും ഹർത്താൽ അനുകൂലികൾ രാവിലെ തന്നെ എത്തി കടകൾ അടപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. എന്തായാലും മലയോര മേഖലകളിൽ ഏതാണ്ട് ഹർത്താൽ പൂർണ്ണവും നഗര കേന്ദ്രങ്ങളിൽ ഭാഗികവുമായാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രക്ഷോഭങ്ങൾ ഈ ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കും എന്ന് തന്നെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. വിമത പക്ഷം CPMന്റെ പിന്തുണയോടുകൂടി ബാങ്ക് ഭരണം പിടിച്ചെടുത്തിരുന്നു. വ്യാപകമായ അക്രമങ്ങൾ രാവിലെ മുതൽ നടന്ന ഈ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. നാളെ ഹൈക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കും എന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. നിയമപരമായും രാഷ്ട്രീയപരമായുമുള്ള പോരാട്ടങ്ങൾ ഈ വിഷയത്തിൽ തുടരും എന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. നമസ്കാരം. ന്യൂസ് ശബരിമല വിശേഷങ്ങൾ. പമ്പയിൽ നിന്ന് രാവിലെ 8 മണി വരെ 1,99,2 തീർത്ഥാടകർ മല ചവിട്ടി. 18ാം പടി കയറിയത് 15,600 പേരാണ്. പമ്പയ്ക്ക് പുറമെ എരുമേലി, കാളകെട്ടി പരമ്പരാഗത പാത വഴിയും പുല്ലുമേട് വഴിയും ദർശനത്തിനായി ഇന്നും 70,000 പേർ ബുക്ക് ചെയ്തിട്ടുണ്ട്. തിരക്കുണ്ടെങ്കിലും സുഗമമാണ് ദർശനമെന്ന് സാവുമാർ പറഞ്ഞു. സജീവ് ശ്രീവാരൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സജീവ്, രാവിലെ മുതൽ നല്ല തിരക്കുണ്ട്. കാലാവസ്ഥ അത്യാവശ്യം അനുകൂലമാണ് എന്ന് കരുതുന്നു. പരാതികളില്ലാത്ത ഒരു മണ്ഡലകാലമാണ് ഇതുവരെ. രഞ്ജിത്ത്, ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാകുമ്പോൾ മണ്ഡലമാസം, അതായത് വൃശ്ചിക മാസം ആരംഭിച്ച 2ാം ദിവസമാകുമ്പോൾ ഏറ്റവും സുഗമമായ ദർശനമാണ് ഇപ്പോൾ സാധ്യമാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ പമ്പയിൽ നിന്ന് ഇതുവരെ ഏകദേശം 25,000-4,00,000 പേർ പമ്പയിൽ നിന്ന് മല കയറി തുടങ്ങിയിട്ടുണ്ട്. അതിൽ 20,000-ഓളം പേർ ഇപ്പോൾ മല ചവിട്ടി വന്ന ഇപ്പോൾ 18ാം പടി കയറി കൊണ്ടിരിക്കുകയാണ്. 20,000-ഓളം പേർ ഇപ്പോൾ മല ചവിട്ടി. ഇപ്പോൾ 80,000 പേരാണ് ഒരു ദിവസം പ്രതീക്ഷിക്കുന്നത്. 70,000 വെർച്വൽ ക്യൂ ബുക്കിംഗ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. വരും ദിവസങ്ങളിലെല്ലാം തന്നെ വെർച്വൽ ക്യൂ ബുക്കിംഗ് 100% പൂർത്തിയായിരിക്കുകയാണ്. പിന്നീട് സ്പോട്ട് ബുക്കിംഗ് വലിയ തോതിൽ ഉണ്ടാകുന്നില്ല. 3,000-ൽ പരം പേരാണ് ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയത്. അതേസമയം ക്യാൻസലേഷൻ വരുമ്പോൾ, അതായത് വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ചില ക്യാൻസലേഷൻ വരുന്നുണ്ട്. അവർ അടുത്ത ദിവസങ്ങളിൽ വരാൻ തയ്യാറാകുന്നുണ്ട് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും പുല്ലുമേട് വഴിയും അതുപോലെ പരമ്പരാഗത പാതകൾ വഴിയും ഉള്ള അയ്യപ്പന്മാരുടെ കടന്നുവരവും സുഗമമായ രീതിയിൽ നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും വിശ്രമ സങ്കേതങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും, വലിയ തോതിൽ തിരക്കുണ്ടെങ്കിലും ഒരേ രീതിയിൽ, ഒരേ താളത്തിൽ ആളുകളെ കടത്തിവിടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്. അതുപ്രകാരം ആളുകൾക്ക് വളരെ സുഗമമായ രീതിയിൽ ദർശനം നടത്താൻ സാധിക്കുന്നുണ്ട്. 80 പേരാണ് മിനിറ്റിൽ 18ാം പടി കയറുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതനുസരിച്ച് സുഗമമായ രീതിയിൽ 80,000-ൽ പരം പേർക്ക് 18 മണിക്കൂർ കൊണ്ട് ദർശനം നടത്തി മടങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പോലീസിന്റെ നല്ല രീതിയിലുള്ള ഇടപെടലുണ്ട്. കഴിഞ്ഞ തവണത്തെ പരാതികളും പരിഭവങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ സുഗമമായ രീതിയിൽ ദർശനം നടത്താനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ 18ാം പടി കയറി വരുന്ന തീർത്ഥാടകരുടെ എല്ലാം അഭിപ്രായം അത്തരത്തിൽ തന്നെയാണ്. സജീവ് ശ്രീവാരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതര സംസ്ഥാന തീർത്ഥാടകർ ശബരിമലയിലെത്തുന്ന കോന്നി അച്ചൻകോവിൽ റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിൽ. വനത്തിലൂടെ കടന്നുപോകുന്ന റോഡിലെ 2 ചപ്പാത്തുകൾ തകർന്നതാണ് വാഹന ഗതാഗതം തടസ്സപ്പെടാൻ കാരണം. ഗതാഗതം തടസ്സപ്പെട്ടതോടെ അച്ചൻകോവിൽ, ആവണിപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രദേശവാസികളും ആദിവാസികളും വലിയ ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് പ്രധാനമായും കോന്നി, കല്ലേലി, അച്ചൻകോവിൽ കാനനപാതയെ ഏറെയും ആശ്രയിക്കുന്നത്. കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദീർഘദൂരം സഞ്ചരിക്കാതെ ശബരിമലയിൽ എത്താൻ കഴിയുന്ന പ്രധാന റോഡാണിത്. എന്നാൽ കനത്ത മഴയിൽ റോഡിലെ 2 ചപ്പാത്തുകൾ ഒലിച്ചുപോയതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. ഈ റോഡ് മൊത്തം തരിപ്പണ ഒരു 14-15 കിലോമീറ്റർ ഉണ്ട്, മൊത്തം തകർന്ന് കിടക്കുക. പക്ഷേ ഇതിലെ ഈ ശബരിമലയ്ക്ക് പോകാനെ കൊണ്ട് ഒരുപാട് ജനങ്ങൾ, സ്വാമിമാർ ഇതുവഴിയാണ് നടന്നു വരുന്നത്. അലിമുക്ക് വഴിയൊക്കെ ഒരുപാട് ദൂരെ കൊണ്ട് ഇതുവഴി ഒരുപാട് എളുപ്പമാണ്. എല്ലാം ഇതുവഴി നല്ല വെള്ളവും ഒക്കെ സൗകര്യവും അനുസരിച്ച് കുടിച്ച് പറക്കി വരാനൊക്കെ സൗകര്യമുണ്ട്. പക്ഷേ റോഡെല്ലാം തകർന്ന് കിടക്കുന്ന കാരണം വണ്ടികളൊന്നും വരത്തില്ല. സ്വാമിമാർ തന്നെ വരുന്ന വലിയ പാടുപെട്ടാണ് വരുന്നത്. മൊത്തം കാലിൽ വെള്ളയെല്ലാം മൊത്തം എല്ലാം ഒരു റോഡിന് നടുക്ക് മൊത്തം വാഴ വെച്ച് പിടിപ്പിക്കാം, അതുപോലെ സംവിധാനത്തിൽ കിടക്കുക. തകർച്ചയിലായ റോഡിന്റെ 15 കിലോമീറ്റർ ഭാഗം കുണ്ടും കുഴിയും നിറഞ്ഞതോടെ കാൽനടയാത്രയും ദുരിതമാണ്. മാസങ്ങളായി ഗതാഗതം തടസ്സപ്പെട്ടതോടെ അച്ചൻകോവിലിലെ പ്രദേശവാസികളും ആദിവാസികളും വലിയ യാത്രാക്ലേശമാണ് അനുഭവിക്കുന്നത്. ആവണിപ്പാറയിലുള്ളവർക്കൊക്കെ ഇതിലെ വരാനെ കൊണ്ട് ഭയങ്കര പാടാ, റോഡ് ബുദ്ധിമുട്ടാ. അപ്പുറത്തൂടെ പോണെങ്കിൽ ഇരട്ടി വണ്ടി വാടക കൂലി. ഒന്ന് സുഖമില്ലാതായെങ്കിലും പെട്ടെന്ന് ആശുപത്രി കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല. പുതിയ ചപ്പാത്തും പാലങ്ങളും നിർമ്മിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ 25 കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി
കിഫ്ബിക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നടപടികൾ മാത്രം ഇനിയും ഉണ്ടായിട്ടില്ല. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ന്യൂസ് 18 പത്തനംതിട്ട. വഖഫ് വിഷയത്തിൽ മുനമ്പത്ത് പ്രതിഷേധം തുടരുന്നു. ഇന്നും വിവിധ സംഘടനകൾ പ്രതിഷേധ റാലികൾ നടത്തും. ഇതിനിടെ BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി വൈകുന്നേരം മുനമ്പത്ത് എത്തും. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഡാനി, സമരം വീണ്ടും തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നപരിഹാരം ശാശ്വതമാകും വരെ സമരത്തിലാണ്. കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ പിന്തുണയുമായി? രഞ്ജിത്ത്, കൂടുതൽ പേർ ഈ സമരത്തിന് പിന്തുണയുമായിട്ട് എത്തുന്നുണ്ട്. ഓരോ ദിവസവും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റു നേതൃത്വത്തിലുള്ള ഒരു പിന്തുണ അറിയിച്ചുകൊണ്ട് ഇവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട്. കാരണം ഈ വിഷയങ്ങൾ കൃത്യമായ ഒരു ഇടപെടൽ വേണ്ടതാണ്. അല്ലെങ്കിൽ ഇവരുടെ ഈ വിഷയങ്ങൾ റവന്യൂ ഭൂമിയായിട്ട് തന്നെ അവർക്ക് തിരികെ കിട്ടുക, അത്തരം ന്യായമായ ഒരു ആവശ്യമാണ്. അത് അംഗീകരിച്ച് കിട്ടും വരെ സമരം എന്നത് തന്നെയാണ് മുൻപത്തെ നാട്ടുകാരുടെ തീരുമാനം. അതിന് സർവ്വ പിന്തുണയും പലരും തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് പ്രവർത്തകർ എത്തുന്നുണ്ട്. അന്ന് വൈകിട്ടാണ് ചെറായിൽ നിന്ന് അവരൊരു ജാഥയായിട്ട് തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. വൈകിട്ട് അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഈ വിഷയത്തിലുള്ളവർ കൃത്യമായ ഒരു നിലപാടടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. നേരത്തെയും അദ്ദേഹം മുൻപത്തുകാർ സമരം ന്യായമാണ്, അതിൽ ഒപ്പം നിൽക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കൂടുതൽ പേരുടെ ഒരു പിന്തുണയോടുകൂടി തന്നെയാണ് സമരം ഇപ്പോൾ 37ാം ദിവസത്തിലേക്ക് അടക്കം കടന്നു പോകുന്നത്. ഇതിൽ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു ചർച്ച അത് വരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിൽ സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പ്രസ്താവന വലിയ രീതിയിൽ തന്നെ അവിടെ പ്രതിഷേധത്തിന് കാരണമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളടക്കം അതിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് സമരസമിതിയുടെ നേതാക്കളടക്കം മുന്നോട്ട് വരികയും ചെയ്ത സാഹചര്യമുണ്ട്. എന്തായാലും സമരത്തിന് ഓരോ ദിവസവും പിന്തുണയേറുകയാണ്. രഞ്ജിത്ത്. ശരി, ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. സംഘർഷം പടരുന്ന മണിപ്പൂരിൽ മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ വീടിന് നേരെയും ആക്രമണം. പലയിടത്തും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും വീടുകൾ തകർത്തു. ആരാധനാലയങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. കൂടുതൽ മേഖലകളിലേക്ക് സംഘർഷം വ്യാപിക്കുകയാണ്. പ്രധാനമന്ത്രി അടിയന്തരമായി മണിപ്പൂരിൽ എത്തണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പോലീസ് അക്രമികൾക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ഇംഫാലിൽ മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും വീടുകൾക്ക് നേരെയാണ്. ഇംഫാലിലാണ് വ്യാപകമായ ആക്രമണം ഉണ്ടായത്. കാണാതായവരുടെ മൃതദേഹങ്ങൾ നദിയിൽ നിന്നും കണ്ടെത്തിയതിന് പിന്നാലെയാണ് സംഘർഷം പടർന്നത്. ഇവരെ കണ്ടെത്താൻ സർക്കാരിൻ്റെ ശ്രമങ്ങൾ കാര്യക്ഷമമല്ല എന്നാണ് പരാതി. കേന്ദ്രവും കേരളവും വയനാടിനെ മറന്നോ? വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് കേരളം കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മാസം 4 പിന്നിടുന്നു. സംസ്ഥാനത്തിൻ്റെ ആവശ്യം ന്യായമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂല നടപടി വൈകുന്നത്? ഒടുവിൽ ഹൈക്കോടതിക്ക് പോലും ഇതിൽ ഇടപെടേണ്ടി വരുന്നു. വയനാട് വിഷയത്തിൽ ഇതുവരെ തീരുമാനമായില്ലെന്ന വിശദീകരണത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനവും ഏൽക്കേണ്ടി വരുന്നു. വയനാട് ദുരന്തത്തിൽ പുനരധിവാസം വൈകുന്നതിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതിൽ തുടങ്ങിയതാണ് വാദപ്രതിവാദങ്ങൾ. വയനാടിന് മാത്രമായ ഒരു പാക്കേജാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. എന്നാൽ സംസ്ഥാനത്തിനൊട്ടാകെ നൽകിയിരിക്കുന്ന ദുരിതാശ്വാസ പാക്കേജിന്റെ കണക്കാണ് കേന്ദ്രം പറയുന്നത്. കേരളത്തിന് കേന്ദ്രം സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കുകയാണെന്ന വാദവും സംസ്ഥാനം ഉയർത്തി. ഇതിന് കേന്ദ്രം നൽകിയ മറുപടി ഇങ്ങനെ: സംസ്ഥാനത്തിന് SDRF പ്രവർത്തനങ്ങൾക്കായി 2024-25 സാമ്പത്തിക വർഷത്തിലേക്ക് 388 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 291 കോടി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിൽ നിന്നുള്ളതാണ്. ആദ്യ ഗഡുവായ 145.6 കോടി രൂപ ഓഗസ്റ്റ് 31 സംസ്ഥാനത്തിന് നൽകിയിരുന്നു. 2024 ഏപ്രിൽ 1 കണക്ക് പ്രകാരം സംസ്ഥാനത്തിന്റെ SDRF ഫണ്ടിൽ 394 കോടി രൂപ ബാലൻസ് ഉണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. രണ്ടാം ഗഡുവായ 145.6 കോടി രൂപ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. എന്നാൽ SDRFന്റെ കേന്ദ്ര വിഹിതത്തിന് പുറമെ 219.2 കോടി രൂപയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. എന്നാൽ കേരളത്തിന് മുഴുവനായി ഡിസാസ്റ്റർ മാനേജ്മെന്റിന് നൽകിയ തുകയാണ് കേന്ദ്രം പറയുന്ന കണക്ക്. വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുന്നയിച്ച് സംസ്ഥാനത്തിന്റെ പ്രതിനിധിയെന്ന നിലയിൽ KV തോമസ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് നൽകിയ മറുപടി ഹൈക്കോടതിക്ക് മുൻപാകെ
സംസ്ഥാനം സമർപ്പിച്ചു. നിലവിൽ SDRF, NDRF ചട്ടങ്ങളിൽ ഒരു ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാനദണ്ഡമില്ലെന്നും SDRF ചട്ടപ്രകാരം നോട്ടിഫൈ ചെയ്ത 12 ദുരന്തങ്ങളിൽ ഒന്നാണ് മിന്നൽ പ്രളയമെന്നും കത്തിൽ പറയുന്നു. മാത്രമല്ല, പ്രകൃതി ദുരന്തങ്ങൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ചട്ടം നിലവിലില്ലെന്നും പുനരധിവാസത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേന്ദ്രത്തിന് കേരളത്തോട് അമർഷമാണെന്നും രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ടാണ് കേരളത്തെ അവഗണിക്കുന്നതുമെന്നുമുള്ള വിമർശനം ശക്തമാകുമ്പോഴും SDRFിലെ കണക്കാണ് വീണ്ടും കേന്ദ്രം നിരത്തുന്നത്. ദുരന്തങ്ങളുടെ റിപ്പോർട്ട് നൽകാതെ തന്നെ ബീഹാർ, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയ സഹായവും കേരളം ഉയർത്തിക്കാട്ടുന്നു. അതേസമയം ചൂരൽമല, മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യത്തിൽ ഈ മാസം തന്നെ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തം നടന്ന് 4 മാസമായിട്ടും ഉന്നതതല സമിതി ചേർന്നിട്ടില്ലെന്ന കേന്ദ്രത്തിന്റെ മറുപടിയിൽ കോടതി അതൃപ്തി അറിയിച്ചു. വിഷയത്തിൽ കേന്ദ്രത്തിന് സമയപരിധി നിശ്ചയിക്കണമെന്ന അമിക്കസ് ക്യൂറിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 30-നുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിന് പുനരധിവാസം ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതുപോലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ദുരന്തം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. ദുരന്തശേഷം മുണ്ടക്കൈ മേഖലയിൽ ആദ്യം പ്രവർത്തനം തുടങ്ങിയത് ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻസിന്റെ സെന്റിനൽ റോക്ക് ടീ എസ്റ്റേറ്റാണ്. മുൻപ് 24 മണിക്കൂർ പ്രവർത്തിച്ചിരുന്ന ഫാക്ടറി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും ഉച്ചവരെ തേയിലത്തോട്ടത്തിൽ തൊഴിലാളികൾ ജോലിക്കെത്തുന്നുണ്ട്. ദുരന്തത്തിൽ സർവ്വവും നഷ്ടമായ ഈ മേഖലയിലുള്ളവർക്ക് എസ്റ്റേറ്റ് വീണ്ടും പ്രവർത്തനം തുടങ്ങിയത് എല്ലാം മറന്ന് മുന്നോട്ട് പോകുവാൻ വഴിയൊരുക്കുക കൂടിയാണ്. കുറേ കുടുംബങ്ങൾ കുറേ പോയി. പിന്നെ എൻ്റെ ആങ്ങള, ഭാര്യ, മോള് ഒക്കെ അവർ പോയി. ജോലിക്ക് വരുമ്പോൾ പ്രയാസമുണ്ട്. പക്ഷെ നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ 32 ആള് ഞങ്ങളെ കൂടെ ജോലി ചെയ്യണോല് പോയി. ഒരാഴ്ച ആയിട്ടുള്ളൂ. അതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജീവിക്കണ്ടേ, അതുകൊണ്ട് വരികയാണ്. ഇന്നലെ മഴ പെയ്തപ്പോൾ പേടിയായിരുന്നു. ഇനി എന്താകുമോ, 8 പൊട്ടും പറയുന്നുണ്ട്. അപ്പോൾ ആ 8 പൊട്ടിയാൽ ഞങ്ങളെ വീടും എല്ലാം പോകും, മൊത്തം ടൗണേ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതന്നെ ഉള്ളോ, വേറെ ഒരു വഴിയില്ല ഞങ്ങൾക്ക്. 41 പേരെയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിന് നഷ്ടമായത്. സെപ്റ്റംബർ 17-നാണ് എസ്റ്റേറ്റ് ഭാഗികമായി വീണ്ടും പ്രവർത്തനം തുടങ്ങിയത്. മുൻപ് രാവിലെ മുതൽ വൈകുന്നേരം വരെ തേയില നുള്ളുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഉച്ചവരെ മാത്രമാണ് ഈ പ്രവൃത്തി. 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന തേയില ഫാക്ടറി ഇപ്പോൾ പ്രവർത്തിക്കുന്നുമില്ല. മുൻപ് പ്രദേശത്തു തന്നെ താമസിച്ചിരുന്ന ആളുകൾ ദുരന്തശേഷം വിവിധയിടങ്ങളിലേക്ക് താമസം മാറ്റി. ഇവരെ അട്ടമലയിൽ താമസിപ്പിക്കാൻ അധികൃതർ അനുവദിക്കണമെന്നാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ആവശ്യം. 41ഓളം തൊഴിലാളികൾ നഷ്ടപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ നഷ്ടം എസ്റ്റേറ്റിനുണ്ടായത്. ഞങ്ങളൊരു ഇനീഷ്യൽ അസസ്മെന്റ് പ്രകാരം ഏകദേശം 13 കോടിയോളം രൂപയുടെ ലോസ് ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. നമ്മൾ 1.5 മാസത്തോളം എസ്റ്റേറ്റ് പൂട്ടിക്കിടന്നു. അതിൽ ഇവിടെ 4 ഡിവിഷനാണ്. അതിൽ പുത്തുമല, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, അങ്ങനെ 4 ഡിവിഷനാണ്. പുത്തുമല ഡിവിഷൻ ഒരു 20 ദിവസം കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. മുണ്ടക്കൈ, ചൂരൽമല 1.5-2 മാസത്തോളം നമ്മൾ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 മാസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പം ആളുകൾ ജോലിക്ക് വരാൻ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മൊത്തം 321 തൊഴിലാളികൾ ഉണ്ടതിൽ 35 തൊഴിലാളികൾ നമുക്ക് നഷ്ടപ്പെട്ടു. ബാക്കി 256 തൊഴിലാളികൾ ഉണ്ടായിരുന്നതിൽ ഫസ്റ്റ് ദിവസം ജോലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 30 പേര് 40 പേരൊക്കെയാണ് ജോലിക്ക് വന്നത്. പതുക്കെ ഇപ്പം നമ്മൾ റിക്കവർ ചെയ്തു. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 65% മുതൽ 70% വരെ തൊഴിലാളികൾ ഡെയിലി ബേസിസിൽ ജോലിക്ക് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. പക്ഷേ ഈ ആളുകളെ വെച്ച് എസ്റ്റേറ്റ് ഓടിക്കുക ഇപ്പോൾ നിലവിൽ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെയും കോൺട്രാക്ട് ആളുകളെയൊക്കെ വെച്ചിട്ടാണ് ഇപ്പം മാനേജ് ചെയ്യുന്നത്. ഇവിടെ ഈ പ്ലാന്റേഷന് പുറമെ ഫാക്ടറി ഉണ്ടല്ലോ, ഫാക്ടറി ഇപ്പോൾ അടഞ്ഞെടുക്കണം. ഈ ഇൻസിഡന്റിന് ശേഷം ഫാക്ടറി അടഞ്ഞെടുക്കണം. കാരണം ഞങ്ങൾക്ക് ഇവിടെ വരുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ വന്ന് ഓപ്പറേഷൻസ് കഴിഞ്ഞ് വൈകുന്നേരത്തിനുള്ളിൽ ഇവിടെ തിരിച്ച് ഇറങ്ങണം എന്നുള്ളൊരു നിബന്ധന പ്രകാരമാണ് നമ്മളിപ്പം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദുരന്തശേഷം എല്ലാവരും മാനസികമായി തകർന്ന അവസ്ഥയിലാണ്. വിവിധ തലങ്ങളിലുള്ള കൗൺസിലിങ്ങുകൾക്കും ഒരുമിച്ചിരുന്നുള്ള കൂടിയാലോചനകൾക്കും ശേഷമാണ് തൊഴിലാളികൾ ജോലിക്ക് തിരിച്ചെത്തിയത്. എല്ലാവരെയും ചേർത്തുപിടിച്ച് മുന്നോട്ടു പോകുമെന്ന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് പറയുന്നു. എല്ലാവരെയും കൂടെ വിളിച്ചൊരു ഗെറ്റ് ടുഗദർ വെച്ച് എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുത്തു. അത് കഴിഞ്ഞ് ജോലി പതുക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇത് റിക്കവർ ചെയ്യുന്നുള്ളൊരു ബോധ്യം നമുക്കും ഉണ്ടായിരുന്നു. എന്നിട്ടും കുറേ ആളുകൾ വരാൻ മടിയുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു 3 ഫേസായിട്ട് ഒരു ഗെറ്റ് ടുഗദർ വെച്ചു. കഴിഞ്ഞ ദിവസം ദീപാവലിയോടനുബന്ധിച്ച് ഞങ്ങളൊരു ഒരു ചെറിയ ഗെറ്റ് ടുഗദർ വെച്ച് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും സമ്മാനിച്ചു. ആളുകൾക്ക് ആ ദുഃഖത്തിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു കലാപരിപാടി പോലത്തെ ഒരു ഇവന്റ് ഞങ്ങൾ വെച്ചൊരു നല്ലൊരു ഫുൾ ഹാഫ് ഡേ പ്രോഗ്രാമായിട്ട് നന്നായിട്ട് വെച്ചു. ആളുകൾ പതുക്കെ റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. എങ്കിലും ഇത്രയും വലിയൊരു ഇൻസിഡന്റ് ആയതുകൊണ്ട് കാണുമ്പം പലർക്കും നമുക്ക് റിക്കവർ ചെയ്ത് വരാൻ ഇപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ അടുത്ത് 1-2 പേര് സംസാരിക്കുകയാണ്. സാർ ഇത്രയും ദിവസമായിട്ടും കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്.
കേന്ദ്ര സഹായം വേകുന്നതും പുനരധിവാസത്തിൽ അനിശ്ചിതാവസ്ഥ തുടരുന്നതും എല്ലാവരെയും പോലെ ഈ തൊഴിലാളികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. പതിയെ എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷ മാത്രമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ദുരന്തഭൂമിയിൽ ആദ്യം പ്രവർത്തനം തുടങ്ങിയ തൊഴിൽ മേഖലയാണ് സെന്റിനൽ റോക്ക് ടീ എസ്റ്റേറ്റ്. ദുരന്തത്തെ അതിജീവിച്ച സാധാരണക്കാർ ഇവിടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇവർക്കാവശ്യം സർക്കാരിന്റെ കൈസഹായമാണ്. കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറാതെ കേന്ദ്രവും സംസ്ഥാനവും ഒപ്പം നിൽക്കണമെന്ന അഭ്യർത്ഥനയാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.